പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്കിലൂടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായ സ്തോത്രം. ഇപ്രകാരം അവസരത്തെ നൽകി തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസി റോസലിൻ സുരേഷിനോടുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പമായ നെറ്റിന്റെ പ്രോബ്ലങ്ങളുണ്ട്, ദൈവമക്കളെ സദയം ക്ഷമിക്കുക. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മുഖവരകളൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. കൊലോസ്യ ലേഖനത്തിലൂടെയുള്ള ചില കാര്യങ്ങളാണല്ലോ ഓർപ്പിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ച് അല്പകാര്യങ്ങൾ പറഞ്ഞത്. അപ്പോഴാണ് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായത്. എന്നാൽ ദൈവം പിന്നെയും നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ ഈ രാത്രി വേളയിൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അതിനായി എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിക്ക് ഒത്തവണ്ണം ഞാൻ പോരാടുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അതിനായിട്ട് എന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിക്കൊത്തവണ്ണം, വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ കണ്ടു, ഇവിടെ ഒരു പോരാട്ടമുണ്ട്, ഒരു അധ്വാനമുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഓർപ്പിച്ചതുപോലെ പൗലോസ് പോരാടുവാനും അധ്വാനിക്കാനുമുള്ള കാരണമെന്ന് പറയുന്നത് അതിന്റെ 28-ാമത്തെ വാക്യമാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളാകുന്ന നാമും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും പ്രയത്നിക്കാനും ആഗ്രഹിക്കുന്നവരും സ്തോത്രം, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ഒരു ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം കൽപ്പനയാണ്. അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നതായ ഒരു വിവരമാണിത്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ളത് അത് തന്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയാണ് ഹല്ലേലൂയ താൻ പോരാട്ടം കഴിക്കുന്നത്, താൻ പ്രവർത്തിക്കുന്നത്, താൻ അധ്വാനിക്കുന്നത്. ഞാൻ ഓർപ്പിച്ച്, ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ഒരു പോരാട്ടം കഴിക്കുവാനുള്ള ഒരു താല്പര്യം, ഒരു ആഗ്രഹം, ഒരു വ്യക്തിയെങ്കിലും നാം മുഖേന ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിലൊന്ന് തികഞ്ഞവരാക്കി തീർക്കുവാനുള്ള ഒരു ദൈവകൃപ പ്രാപിക്കേണ്ടതിന് ഈ സന്ധ്യവേളയെ നമുക്ക് വളരെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം. തിരുവചനം അതിന്റെ ശക്തിയോടെ വെളിപ്പെടുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകാം. നമ്മളിങ്ങനെ ഓൺലൈനിലൂടെ ഒക്കെ ചെയ്യുമ്പോൾ നെറ്റ്വർക്കിന്റെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്നാലും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിലൂടെ അല്പകാര്യങ്ങളെ സംസാരിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം. നമ്മൾ പറഞ്ഞു വന്ന കാര്യമെന്ന് പറയുന്നത്, ഈ വിധ പോരാട്ടം കഴിക്കുന്ന ദൈവമക്കള്, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമക്കൾ ചെയ്യേണ്ടതായ, അല്ലെങ്കിൽ അവരോടുള്ള പരിശുദ്ധാത്മാവിന്റെ ചില മുന്നറിയിപ്പുകളാണ് നമ്മൾ പറയുവാനായിട്ട് തുടക്കം കുറിച്ചത്. അതിനാധാരമായിട്ട് വീണ്ടും വായിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു. വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഹല്ലേലൂയ. അതാണ് 1-ാമത്തെ മുന്നറിയിപ്പ്. കൊലോസ്യ ലേഖനത്തിൽ നമ്മോട് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ പ്രധാനമായ ചില കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുവാനുള്ള കാരണം, ഹല്ലേലൂയ, താൻ പല സഭകളിലൂടെ കടന്നുപോയപ്പോൾ അവിടെയൊക്കെ ദുരുപദേശകന്മാരെ കൊണ്ട് നിറഞ്ഞിട്ട് ദുരുപദേശക്കാന്മാർ വന്നിട്ട് കള്ളപ്രവചനങ്ങൾ നടത്തി, കള്ളപ്രവാചകന്മാര് കയറി ഇറങ്ങി ദുരുപദേശം പറയുന്നവരെ നുഴഞ്ഞു കയറിയതൊക്കെ പൗലോസ് അപ്പോസ്തലൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സഭകളിലൊക്കെ അതിന് വിരോധമായിട്ട് പ്രവർത്തിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് കൊലോസ്യയിലെ വിശ്വാസികളോട് പറയുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തെ തെറ്റിച്ചു കളയുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഈ വൈകവേള പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നാം ധീരതയോടുകൂടെ കർത്താവിന് വേണ്ടി നിൽക്കുന്നു എങ്കിൽ തന്നെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ചതിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. റോമലേഖനം 16-ാം അധ്യായത്തിലോട്ടൊക്കെ വരുമ്പോൾ
റോമക്കാർക്ക് ലേഖനം എഴുതിയാൽ അവസാനിപ്പിക്കുന്ന സാഹചര്യം വരുമ്പോൾ 16-ന്റെ 17-ഉം 18-ഉം ഒക്കെ വാക്യം വരുമ്പോൾ ഹല്ലേലൂയ അദ്ദേഹം പറയുന്നുണ്ട്, തിരുവചനത്തെ വായിപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് വായിക്കുന്നില്ല. തിരുവചനത്തെ അല്ലെങ്കിൽ കർത്താവിന്റെ കൽപ്പനകളെ ആമേൻ നിർവീര്യമാക്കുന്ന, അല്ലെങ്കിൽ അതിനെ പ്രയോജനരഹിതമാക്കുന്ന, അതിനെ ജീർണിപ്പിക്കുന്ന, ആമേൻ സ്തോത്രം, അങ്ങനെയുള്ള കാര്യങ്ങള് ആമേൻ ഹല്ലേലൂയ സ്തോത്രം സഭയ്ക്കകത്തുണ്ടാക്കുന്നവരെ, അല്ലെങ്കിൽ ആമേ സഭയിലേക്ക് കടന്നു വരുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. കാരണം ആമേ സ്തോത്രം അവര് പറയുന്നത് രക്ഷ കൃപയാലായതുകൊണ്ട് ശരീരം കൊണ്ട് പാപം ചെയ്താൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പാപവും ദൈവരാജ്യത്തിനൊക്കെ നമുക്ക് പ്രവേശനത്തെ തടയുന്നതല്ല, അല്ലെങ്കിൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവിടെയൊക്കെ അങ്ങനെയുള്ള ദുരുപദേശകന്മാര് കയറി ജനത്തെ അവർ വഞ്ചിച്ചു, ജനത്തെ അവർ ചതിച്ചു, അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ പോയി പോകുവാനിടയായി. ഞാൻ കഠിന പ്രയത്നം ചെയ്താണ് ഹല്ലേലൂയ നിങ്ങളെ ഈ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുവാനായിട്ട് പിന്നെയും ആമേ സഭകൾക്ക് ലേഖനം എഴുതിയത്, സഭകളെ ഉപദേശിച്ചത് ഒക്കെ ഞാൻ കഠിന അധ്വാനം ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ കൊലോസ്യയിലുള്ള നിങ്ങളോട് പറയുകയാണ്, ഈ സന്ധ്യവേളയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോടും തിരുവചനം പറയുകയാണ്, അവൻ വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. നമുക്ക് ഏറ്റവും എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ പൂർവ്വ മാതാവായ അല്ലെങ്കിൽ മാനവജാതിയുടെ അമ്മയായ ഹവ്വായെ പിശാചി ചതിച്ചു, ഉപായത്താലാണ് അവൻ ചതിച്ചതെന്ന് കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു ഭയമാണത്. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉറക്കിളപ്പുണ്ടായി, ആമേ പലവിധ കാര്യങ്ങള് സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടി എനിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തമാണെന്നുള്ളത് മറുവശമാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി, നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് വേണ്ടി, നിങ്ങളുടെ സ്ഥിരതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഞാൻ ഇതൊക്കെയും സഹിച്ചതാണ്. കഷ്ടതകള്, ഭാരങ്ങള്, പ്രതികൂലങ്ങളൊക്കെ ഞാൻ സഹിച്ചു. എന്നാൽ ഹല്ലേലൂയ നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ കൊരിന്ത്യരോട് പറയുകയാണ്, കൊരിന്ത്യരെ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളും വഞ്ചിക്കപ്പെട്ടു പോകും, നിങ്ങളും ചതിക്കപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നിങ്ങൾ വഷളായി പോകും, ക്രിസ്തുവിനെ വിട്ട് ആമേൻ അവന്റെ ഉപദേശം വിട്ട് നിങ്ങൾ വേറെ ആയിപ്പോകും, വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ ആയിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ രാത്രിയിൽ നമ്മോടും പരിശുദ്ധാത്മാവ് പറയുന്നത് അതാണ്. ഹല്ലേലൂയ സ്തോത്രം. ആരും നിങ്ങളെ ചതിക്കരുത്. ആമേൻ ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മളെ അകറ്റിക്കളയരുത്. അതിന് ദുരുപദേശകന്മാര് വരുമ്പോൾ, ഹല്ലേലൂയ ദുർവ്യാഖ്യാനികൾ വരുമ്പോൾ, അത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ വിശുദ്ധ ജീവിതം വേണ്ട എന്ന് പറയുമ്പോൾ, ശരീരത്തെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാമെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ അതിനോട് എതിർത്ത് നിൽപ്പാൻ, അതിനെതിരായിട്ടൊരു പോരാട്ടം കഴിക്കുവാൻ യുവതലമുറക്കാര് ഹല്ലേലൂയ സ്തോത്രം വചനവിരുദ്ധമായിട്ട് ചെയ്യുമ്പോൾ, വചനവിരുദ്ധമായിട്ട് പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം പാടുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിശുദ്ധ ജീവിതമില്ലാതെ ദൈവമായിട്ട് ബന്ധമില്ലാതെ ആയിരിക്കുമ്പോൾ, അധര ചർവണം കൊണ്ട് ആമേൻ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ ആരും നിങ്ങളെ വശീകരണ വാക്കുകൊണ്ട് നിങ്ങളെ ചതിപ്പാൻ ഇടവരരുത്. കാരണം ആമേൻ ഹല്ലേലൂയ സ്തോത്രം യൂദായുടെ ലേഖനത്തിൽ പറയുന്ന അവര് മധുരവാക്ക് പറയുന്നവരാണ്, അവര് മുഖസ്തുതി പറയുന്നവരാണ്. ഹല്ലേലൂയ സ്തോത്രം മുഖസ്തുതിയും ചക്കരവാക്കും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഹല്ലേലൂയ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടുവരും, നിങ്ങൾ അറിയാത്ത വേറൊരു യേശുവിനെയും കൊണ്ടുവരും, നിങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അപ്പോസ്തലന്മാര് പ്രസംഗിച്ചിട്ടില്ലാത്ത പുതിയൊരു സുവിശേഷമായിട്ടൊക്കെ അവർ വരുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അതിനെ കണ്ടറിഞ്ഞ് അതിനോട് എതിർത്ത് നിൽക്കണം, അതിനുവേണ്ടി നമ്മൾ പോരാട്ടം കഴിക്കണം. അങ്ങനെ നാം ആയിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ബലത്തോടെ ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്ര. പരിശുദ്ധാത്മാവ് മുഖസ്തുതിക്കാരെ കുറിച്ച് പറയുന്നത്, യൂദ പറയുന്നത് അവർ ആവലാതിക്കാരാണ്. ഹല്ലേലൂയ അവർ പിറുപിറുപ്പുകാരാണ്, അവര് സ്വന്തം മോഹം അനുസരിച്ച് നടക്കുന്നവരാണ്, അവര് വമ്പ് പറയുന്ന
പറയുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്ര, ആമേൻ. അല്ലെങ്കിൽ ദൈവവൈതലെ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ അവരുടെ കയ്യിലേക്ക് ആയി തീരണമെങ്കിൽ അവര് നമ്മളെ സോപ്പിട്ട് അല്ലെങ്കിൽ മുഖസ്തുതി ഒക്കെ പറഞ്ഞ് പൊക്കിപ്പറയും. ഹല്ലേലൂയ. നമ്മുടെ പാപം വെളിപ്പെട്ട് വന്നാലും അത് പറയുകയില്ല. ഇന്ന് പ്രവാചകന്മാർ അധികം പേരുമൊന്നും പാപം പറയുന്നവരല്ല. പ്രസംഗിക്കുന്നവരൊന്നും ദൈവമക്കളുടെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നവരല്ല. കാരണമെന്ന് വെച്ചാൽ അവരുടെ ശത്രുതയുണ്ടായാൽ അവരുടെ ധന ലാഭം ഒക്കെ നഷ്ടമായി പോകും. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. യഥാർത്ഥമായ ദൈവവചനം പറയുന്നവരിലേക്ക് നമ്മുടെ കാതുകളെ കൂർപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഓർപ്പിച്ചതുപോലെ അവര് പ്രസംഗിക്കുന്നത് വേറൊരു സുവിശേഷമാണ്. അവര് പറയുന്നത് വേറെ ഒരു ഹല്ലേലൂയ യേശുവിനെയാണ്. കാരണം ആമേൻ, ഇന്ന് സുവിശേഷ ഗോളത്തിൽ അധിക സ്ഥലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ യേശു കർത്താവിനെ പ്രസംഗിക്കുന്നു എങ്കിൽ തന്നെയും ഹല്ലേലൂയ യേശുവിൽ കൂടിയുള്ള രക്ഷയോ, യേശുവിൽ കൂടിയുള്ള വീണ്ടെടുപ്പോ, യേശുവിന്റെ ക്രൂശീകരണമോ, യേശുവിന്റെ വരവിന്റെ ഉദ്ദേശമോ, അവന്റെ ജനനമോ, അവന്റെ വിശുദ്ധിയോ, സ്വർഗാരോഹണമോ, വരുവാനുള്ളതോ ഒന്നും പറയുന്നില്ല. പിന്നെയോ ഈ താൽക്കാലിക ഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആമേൻ. ഞാൻ വിശദീകരിക്കാതെ തന്നെ ദൈവമക്കളാണെന്ന് നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആരും നിങ്ങളെ ചതിച്ചു കളയരുത്. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, സ്തോത്രം, പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് യേശു കർത്താവ് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. സ്വർഗത്തിലെ പിതാവ് അറിയുന്നുണ്ട് ദൈവ പൈതലായിരിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ എന്താണ് ആവശ്യം, എന്താണ് അവന് വേണ്ടുന്നതെന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നത് കൊണ്ട് നീയും ഞാനും എന്റെ കർത്താവിന്റെ വചനമനുസരിച്ച് അവന്റെ രാജ്യത്തിന് വേണ്ടി പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊന്നും മുടക്കം വരാതെ ദൈവം നടത്തിത്തരും. അല്ല, എല്ലാം നമുക്ക് സ്മൂത്തായി പോകുന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് മുടക്കം വന്നാൽ അതിന്റെ അർത്ഥം ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല എന്നോ നാം ദൈവത്തിന്റെ മക്കളല്ല എന്നോ അല്ല. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളിലൂടെ ദൈവത്തിന്റെ മഹത്വം വിടേണ്ടതിന് അവൻ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ മുന്നിലുണ്ട്. കനാവിലെ വീഞ്ഞു തീർന്നു പോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ആ ഭവനത്തിൽ വെളിപ്പെടേണ്ടതിനാണ് പ്രിയമുള്ളവരെ. യായിറോസിന്റെ മകള് മരിച്ചുപോയി, യേശുവിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാണ്. ലാസർ മരിച്ചുപോയി. ഹല്ലേലൂയ. കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്? എന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന്, അവൻ സാക്ഷാൽ പുനരുത്ഥാനവും ജീവനുമാണെന്ന് ആ കുടുംബത്തിലൂടെ വെളിപ്പെടേണ്ടതിനാണ് അവൻ അപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ല എന്നോ അല്ലെങ്കിൽ നാം ദൈവ വഴി വിട്ട് നടക്കുന്നവരോ ആണ് എന്നതുകൊണ്ടല്ല. ഹല്ലേലൂയ. ദൈവമഹത്വം എന്നിലൂടെയും നിന്നിലൂടെയും വെളിപ്പെടണം. അതിനുവേണ്ടി സമർപ്പണത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ രോഗം എന്നെ വിട്ടുമാറാത്തത്, ഈ പ്രതികൂലം എന്നെ വിട്ടുമാറാത്തത്, ഈ ശോധന എന്നെ വിട്ടുമാറാത്തത്, പൗലോസിനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ ആമേൻ ദൈവം വിലക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ മഹത്വം വെളിപ്പെടുവാനാണെങ്കിൽ ഇതാ പിതാവേ എന്നെ ഏൽപ്പിച്ചു തരുന്നുവെന്ന് പ്രാർത്ഥിപ്പാനുള്ള വലിയ കൃപ എന്നിലും നിങ്ങളിലും ഉണ്ടാകുവാൻ കർത്താവ് ഇടവരുത്തുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 23:13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്റെ യേശു കർത്താവ് അന്നത്തെ കപടഭക്തിക്കാരായിരുന്ന ശാസ്ത്രിമാരോടും പരീശന്മാരോടും മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് ആ കഷ്ടം. കാരണം നിങ്ങൾ കപടഭക്തിയുള്ളവരാണ്. കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം എന്നെ വിട്ട് ദൂരത്തായിരിക്കുന്നു. ഹല്ലേലൂയ. എന്നോട് നിങ്ങൾക്ക് സ്നേഹമില്ല, അല്ലെങ്കിൽ ദൈവവചനത്തോട് നിങ്ങൾക്ക് സ്നേഹമില്ല, നിങ്ങൾ ദൈവത്തെ വേണ്ടുമ്പോൾ രുചിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ അവർ പറയുന്നതൊക്കെ കേട്ടുകൊള്ളുവീൻ, പക്ഷെ അവര് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യരുത്. ഹല്ലേലൂയ. അവര് പറയുന്ന നല്ല കാര്യമാണ്, അവരെന്നാൽ ചെയ്യുന്നത് അരുതാത്തതാണ്. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാമല്ലോ. അവര് വെറുതെ ഇരുന്നിട്ട് സാധുക്കളെ കൊണ്ട് മുഖം ചുമപ്പിക്കുന്നവരാണ്, ചുമടുകളെ ചുംബിക്കുന്നവരാണ്. അതുകൊണ്ട് യേശു പറയാണ്, അവര് പറയുന്നത് നിങ്ങൾ കേട്ടുകൊള്ളുക, പക്ഷെ അവര് ചെയ്യുന്നത് പോലെ, അവര് പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. ഇന്നത്തെയും പ്രാസംഗികന്മാരിലും പ്രാസംഗികമാരിലും പലരിലും അങ്ങനെയാണ്. ആമൻ. അധര ചർവണമുണ്ട്, എന്നാൽ ഹൃദയം കൊണ്ട് ദൈവത്തെ സേവിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ ഇതിനെയെല്ലാം വെച്ച് ന്യായം വിധിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഓർത്ത് ഭയത്തോടെ കർത്താവിനെ സേവിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് ഇടവരുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. യേശു അവരെ പറഞ്ഞല്ലോ, ആമേൻ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ. 23-ാം അധ്യായം മത്തായില് ഏകദേശം ആമേൻ ഹല്ലേലൂയ 8
ഒന്നിലധികം കാര്യങ്ങൾ യേശു അവരെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, ഹല്ലേലൂയ, നിങ്ങൾ കപടഭക്തിക്കാരാണ്. രണ്ട്, നിങ്ങൾ നരക യോഗ്യരാണ്. നിങ്ങൾ കുരുടന്മാരായ വഴികാട്ടികളാണ്. നിങ്ങൾ മൂഢന്മാരാണ്. നിങ്ങളുടെ ഉള്ളിൽ കവർച്ചയും അതിക്രമവുമാണ് നിറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറുകളാണ്. നിങ്ങൾ അശുദ്ധി പ്രവർത്തിക്കുന്നവരും അധർമ്മം പ്രവർത്തിക്കുന്നവരുമാണ്. നിങ്ങൾ ഹല്ലേലൂയ കൊലപാതകന്മാരാണ്. ഹല്ലേലൂയ, യേശു ഇവരെ വിളിച്ച പേരുകളാണ് പ്രിയമുള്ളവരെ. കള്ളപ്രവാചകന്മാരെ, കള്ള ഉപദേഷ്ടാക്കന്മാരെ, ദുരുപദേശകന്മാരെ, ആമേൻ, വ്യാജ ഉപദേഷ്ടാക്കന്മാരെയൊക്കെ നോക്കിക്കൊണ്ട് ആമേൻ അന്ന് എന്റെ യേശു പറഞ്ഞതാണ്, ഹല്ലേലൂയ, സ്തോത്രം, പരീശന്മാരെ, ആമേൻ ആമേൻ, ഹല്ലേലൂയ, കപട ഭക്തിക്കാരെ, നിങ്ങൾക്ക് കഷ്ടം. ഇന്നും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് അങ്ങനെയാണ്. ആരെങ്കിലും കപടവേഷം ധരിച്ച് കപടമായിട്ട് കർത്താവിനെ ആരാധിക്കുന്നുവെങ്കിൽ, കപടമായിട്ട് പ്രസംഗിക്കുന്നുവെങ്കിൽ, കപട വേലക്കാരായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവരോടും പറയുവാനുള്ളത് ഹല്ലേലൂയ, കപട ഭക്തിക്കാരെ എന്നുള്ളതാണ്. എന്നാൽ എന്നിലും നിങ്ങളിലും അപ്രകാരം ആകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തദാസന്മാരെ, വിശ്വസ്തദാസിമാരെ, നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തരായിരുന്നു, ഞാൻ നിങ്ങളെ അധികത്തിന് വിചാരകത്വം ഏൽപ്പിക്കുമെന്നുള്ള ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതിന് ഈ ദിവസങ്ങളെ കാതുകൂർപ്പിച്ചുകൊണ്ടായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഇടവരുത്തുമാറാകട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം. ആകയാൽ ഇപ്രകാരമുള്ളവര് നമ്മെ ചതിക്കുവാൻ, നമ്മെ വീഴിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരെ ഒഴിഞ്ഞു മാറിപ്പോകുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ അധികമായി പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനി 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. 2:18 പറയുന്നു, താഴ്മയിൽ ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതെയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ് തെറ്റിക്കരുത്. ഹല്ലേലൂയ, സ്തോത്ര. വിരുദ് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, നമ്മുടെ ലക്ഷ്യം എന്താണ് പ്രിയമുള്ളവരെ? ഹല്ലേലൂയ, പൗലോസ് പറയുന്നു, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളത് ജ്ഞാനം കൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ ലാക്കിനായി വിരുദിലേക്ക് ഞാൻ ഓടുകയാണ്. ഹല്ലേലൂയ, പരമമായ ഒരു വിളിയാലാണ് എന്നെ വിളിച്ചത്. ആ വിളിയുടെ ലാക്കെന്ന് പറയുന്നത് എനിക്ക് നിത്യതയിൽ ചെന്ന് ചേരുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഹല്ലേലൂയ പരമ വിളിയുടെ വിരുദിന് വേണ്ടി, ആ വിരുദ് പ്രാപിക്കുവാൻ, ആ ലക്ഷ്യത്തിലെത്തുവാൻ ഞാൻ ഹല്ലേലൂയ സകല അധ്വാനവും കഴിക്കുകയാണ്, ഞാൻ സകല പ്രയത്നവും കഴിക്കുകയാണ്. ഹല്ലേലൂയ, ഫിലിപ്പിയർ 3:14 പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ പരമ വിളിയുടെ ലാക്കിലായി ആമേൻ വിരുദിനു വേണ്ടി ഞാൻ ഓടുന്നു. ഹല്ലേലൂയ, സ്തോത്ര. എബ്രായർ 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വരുമ്പോൾ ആമേൻ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. വിശ്വാസികളുടെ വലിയൊരു സമൂഹം 11-ാം അധ്യായത്തില് വിശ്വാസ സമൂഹത്തെ മുഴുവനായിട്ട് വരച്ച് കാണിച്ചിട്ട് പറയാണ്, ഇത്ര വലിയൊരു സമൂഹം, ഹല്ലേലൂയ, ജയിച്ചവര്, ഹല്ലേലൂയ, അല്ലെങ്കിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവര്, തീയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവര്, രാജ്യങ്ങളെ കീഴടക്കിയവര്, സകലവും ഛേദമെന്നെണ്ണിയവര്, ചിലതിനെയെല്ലാം നഷ്ടമാക്കി കളഞ്ഞവര്, വസ്തുവകകൾ വേണ്ട എന്ന് വെച്ചവര്, കൊള്ളയടിക്കപ്പെട്ടവര്, ഹല്ലേലൂയ, ആമേൻ, ഇവരെയൊക്കെ കാണിച്ചിട്ട് പറയുകയാണ്, ഈ വിധത്തിലുള്ള അനേക സാക്ഷികളുടെ ഒരു സമൂഹം നമ്മുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും എല്ലാം വിട്ടിട്ട് ആമേൻ നമ്മുടെ ലക്ഷ്യം തെറ്റാതെ ആമേൻ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓട്ടം ഓടി തികയ്ക്കണമെന്നാണ് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. 10-ാം അധ്യായം അതിന്റെ 38-ഉം 39-ഉം വാക്യം വായിക്കുമ്പോൾ പറയുന്നു, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ, ഈ വാക്യം ഏകദേശം ആമേൻ 4-ൽ പരം പ്രാവശ്യം തിരുവചനത്തിലുണ്ട്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതിന്റെ താഴെ എഴുതുന്നു, പിന്മാറിയാലോ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഞാനും നിങ്ങളും ഇന്ന് കർത്താവിനെ സേവിക്കുന്നവരാണെങ്കിലും, ഹല്ലേലൂയ, ഇന്നലെ സേവിച്ചവരാണെങ്കിലും അല്പനിമിഷം കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു പിന്മാറ്റമുണ്ടായ കർത്താവ് പറയുന്നു, പിന്മാറിപ്പോയാൽ എന്റെ ഉള്ളത്തിന്
നിന്നിൽ പ്രസാദമില്ല. പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, എന്റെ കർത്താവിന്റെ പ്രസാദമില്ലായ്മയ്ക്ക് വേണ്ടിയല്ല, എന്റെ കർത്താവിനിൽ പ്രസാദിക്കേണ്ടതിന്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കേണ്ടതിനായിട്ടാണ് ഞാൻ സകലതും ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നത്. അത് മാത്രവുമല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ളതാണ് എന്റെ ആശ. അതാണ് എന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അല്പകാര്യങ്ങളെ നേടുക എന്നുള്ളതല്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ചില ധനങ്ങളെ സമ്പാദിക്കുക എന്നുള്ളതല്ല. ഈ ലോകത്തിലെ മാനങ്ങൾ വലുതായിട്ട് എണ്ണുകയല്ല. പൗലോസ് പറയുന്നു, ധനം, മാനം, ലാഭം എല്ലാം ഞാൻ ത്യജിച്ചതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. എല്ലാം ഞാൻ ചവറെണ്ണുന്നതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. എല്ലാം ഞാൻ ചേരമെന്നെണ്ണിയത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് മുമ്പിലൊരു വിരുദുണ്ട്, എന്റെ മുമ്പിലൊരു ലക്ഷ്യമുണ്ട്, എന്റെ മുമ്പിലൊരു വിജയമുണ്ട്. അതിനുവേണ്ടി എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ബലത്തോടെ, ഹല്ലേലൂയ, ആത്മശക്തിയോടെ ഞാൻ പോരാടുകയാണ്, ഞാൻ പ്രവർത്തിക്കുകയാണ്. പൗലോസ് പറയാണ്, എനിക്ക് അവനെ പോലെ ആകണം, എനിക്ക് അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കണോ. ഹല്ലേലൂയ, സ്തോത്ര. യുഗായുഗങ്ങള്, ഹല്ലേലൂയ, ആമേൻ, അനാദിയായ കാലം എന്റെ കർത്താവിനോടുകൂടെ അനന്തതയില്ല. ഹല്ലേലൂയ, ആദിയില്ലാത്ത അന്തമില്ലാത്ത ആ യുഗായുഗം നിത്യമായി എന്റെ കർത്താവിനോടുകൂടെ എനിക്ക് വാഴേണ്ടതിന്, അവൻ ഇരിക്കുന്നിടത്ത് എന്നെ ഇരുത്താമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുള്ളതിനാൽ അവിടെ ചെന്ന് ചേരേണ്ടതിന് ഞാൻ സകലതും ചവറെന്നെണ്ണുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസ ഓട്ടത്തില്, ഹല്ലേലൂയ, വിരുദ് തെറ്റാതെ ഓടണമെങ്കിൽ, ഹല്ലേലൂയ, ലാഭമായ ചിലതിനെ നാം നഷ്ടമാക്കിയെങ്കിലേ മതിയാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ചിലരുടെ വെല്ലുവിളികളെ, ഹല്ലേലൂയ, ചിലരുടെ ചോദ്യങ്ങളെ, ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ വരുന്ന ആത്മീയ പോരാട്ടത്തെ ഒക്കെ നമുക്ക് ജയിച്ചടക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവിന്റെ ആത്മവ്യാപാരം നമ്മുടെ ഉള്ളിൽ വേണം. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പറയുകയാണ്, ഞാൻ എന്തിനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ധൈര്യത്തിന്, നിങ്ങളുടെ ഉറപ്പിന്, നിങ്ങളുടെ ആത്മീയ പോരാട്ടത്തിന് ആക്കം കൂട്ടേണ്ടതിന്, നിങ്ങളുടെ വിരുദ് ആരും തെറ്റിച്ച് കളയാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി എഴുതുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകള്, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ കാല്, കണ്ണ്, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും യേശുവിൽ കേന്ദ്രീകൃതമായി, ആമേൻ, നാം മുന്നേറണം. പ്രിയമുള്ള ദൈവമക്കളെ, അതിനുവേണ്ടിയാണ് നമ്മളെ ഇത് ഓർപ്പിച്ചുണർത്തുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നമുക്ക് പിൻപറ്റുവാനൊരു മാതൃക, നല്ലൊരു കാൽച്ചുവട് അവൻ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ആ കാൽച്ചുവടുകളെ, അല്ലെങ്കിൽ എന്റെ യേശു വെച്ചിട്ട് പോയതെന്ന ആ മാതൃക, അവന്റെ കാൽച്ചുവടുകളെ നാം പിൻപറ്റുകയാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് നിത്യത്തിൽ ചെന്ന് എത്തുവാനിടയായിത്തീരും. വിശ്വാസ ജീവിതത്തിൽ തോൽവികൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, പിന്മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇബ്രായ ലേഖനത്തില് ഇപ്രകാരം പറയുന്നു, വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവര് വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ, നമ്മുടെയും കാലത്ത്, ഹല്ലേലൂയ, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മൾ ഓർത്താൽ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കൊരു പക്ഷെ മടങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾ അതിനെ വിട്ടുപോകുന്നതിനെ ഒന്നും ഓർക്കരുത്. ഹല്ലേലൂയ. കാരണമെന്ന് വെച്ചാൽ, ആമേൻ, ഒരു മടങ്ങിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട്, ഹല്ലേലൂയ, വിട്ടുപോകുന്നതിനെ ഓർക്കുവാനല്ല, ആമേൻ, നമുക്ക് നേടിയെടുക്കുവാനുള്ളതിനെ, ഹല്ലേലൂയ, നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാനുള്ളതിനെ, ഹല്ലേലൂയ, അവിടെ ചെന്ന് ചേരേണ്ടതിന്, അതിനെ നേടിയെടുക്കേണ്ടതിന്, ആമേൻ, സകലതിനെയും ചപ്പെന്നും ചവറെന്നും അല്ലെങ്കിൽ ഛേദമെന്ന് എണ്ണി, ചവറെന്നെണ്ണി മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. രണ്ട് കാര്യം ഇവിടെ പറയുകയാണ്. ആമേൻ, സ്തോത്രം. ഒന്ന്, നിങ്ങൾ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. രണ്ടാമത്, ഭൂമിയിലുള്ളതല്ല. പിന്നെയും പറയുകയാണ്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. കാരണം ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടം. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധൈര്യസമേതം പറയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളതിനെ നിങ്ങൾ
നിങ്ങൾ അന്വേഷിക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കണം അല്ലെങ്കിൽ അതിനെപ്പറ്റി തന്നെ ചിന്തിക്കണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറയുക അല്ല, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ആമേൻ, സ്തോത്രം. അതിന്റെ 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. ആ ഭാഗം നമുക്ക് കാണാതെ അറിയാമല്ലോ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളാമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. അപ്പോൾ പൗലോസ് പറയുകയാണ്, യേശു പറഞ്ഞു ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താമെന്ന്. അങ്ങനെയെങ്കിൽ യേശു എവിടെയാണ് ഇരിക്കുന്നത്? ആമേൻ, യേശു ഇരിക്കുന്ന ഇടമായ പിതാവിന്റെ വലതുഭാഗത്ത് ഉയരത്തിൽ. ഹല്ലേലൂയ. ക്ലിയർ ആയല്ലോ. യേശു പിതാവിന്റെ വലതുഭാഗത്താണ് ഇരിക്കുന്നത്, ഉയരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ചിന്തിപ്പീൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശു പറഞ്ഞു ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്താമെന്ന്. അങ്ങനെയെങ്കിൽ പിതാവിന്റെ വലതുഭാഗത്ത്, ഹല്ലേലൂയ, ഉയരത്തില് ആകാശമേഘങ്ങൾക്കപ്പുറം വാനഗോളങ്ങളെ താണ്ടി, ഹല്ലേലൂയ, യേശു ഇരിക്കുന്ന ഇടമായ പിതാവിന്റെ വലതുഭാഗത്ത് എന്നെയും നിങ്ങളെയും ഇരുത്താമെന്നുള്ള വാഗ്ദത്തം കർത്താവ് തന്നതുകൊണ്ട് പൗലോസ് അത് ഓർപ്പിച്ചുണർത്തുകയാണ്. ആമേൻ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. ആമേൻ. ഉയരത്തിലുള്ളതിനെ പറ്റി അന്വേഷിച്ച് കണ്ടുകിട്ടിയ ഒരുവന് അതിനെപ്പറ്റി ചിന്തിക്കണം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നാം എന്താണ് ചിന്തിക്കേണ്ടത്? ആമേൻ. ഹല്ലേലൂയ. നാം എന്താണ് ധ്യാനിക്കേണ്ടത്? യേശുവിനെ നോക്കണം, യേശുവിനെ ധ്യാനിക്കണം, യേശുവിനെ പറ്റി ചിന്തിക്കണം. ഉയരത്തിൽ എന്തെല്ലാമാണ്? പിതാവിന്റെ വലതുഭാഗത്ത് എന്തെല്ലാമാണ്? അവിടെ എന്തെല്ലാം ഉണ്ട്? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. അതെല്ലാം ഓർത്ത് നമുക്ക് ആനന്ദം കൊള്ളുവാനിടയാകണം. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുവാൻ, ഈ ലോകം ഏതുമില്ലെന്ന് എണ്ണുവാൻ, ഈ ലോകത്തിലെ കഷ്ടവും ഭാരവും നൊടി നേരത്തേക്ക് ഉള്ളു എന്നെണ്ണുവാൻ, ഹല്ലേലൂയ, നമുക്ക് കൃപ ലഭിക്കേണ്ടതിനാണ് ഈ ദിവസങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. നമുക്ക് ഇടവരുമാറാകട്ടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇപ്രകാരമുള്ള കാര്യങ്ങളില് അല്ലെങ്കിൽ പിതാവിന്റെ വലതുഭാഗത്ത് യേശു കർത്താവ് ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ചെന്നെത്തണമെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ ചില കാര്യങ്ങളെ ചെയ്യണം. ആമേൻ. കൊലോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അതായത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ്, ഈ ഭൂമിയിലെ അവയവങ്ങളിലാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ മരിപ്പിക്കണം. മരിച്ച ഒരു വ്യക്തിക്ക് പിന്നെ പ്രതിക്രിയ ചെയ്യുവാൻ സാധ്യതയില്ല. എവിടെ കൊണ്ടിട്ടാൽ അവിടെ കിടക്കും. ഹല്ലേലൂയ. ഒരു പ്രതിവാദവുമില്ല, ഒരു പ്രതിവാക്കുമില്ല, ഒരു പ്രതിക്രിയയുമില്ല. അതുപോലെ തന്നെ നാം ആയിരിക്കണം. നമ്മുടെ ശരീരത്തെ, ഹല്ലേലൂയ, മരിപ്പിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് വൈകിവേളയിൽ തന്നെ നിങ്ങളെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ 9-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ അന്യോന്യം ഫോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇപ്രകാരമുള്ള ഹല്ലേലൂയ ആഗ്രഹങ്ങളുള്ള പ്രിയപ്പെട്ടവര് പഴയ മനുഷ്യനെ അല്ലെങ്കിൽ പഴയ മനുഷ്യന്റെ ജഡത്തിന്റെ സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നതുകൊണ്ട് ആ പുതിയതിനെ ധരിക്കേണ്ടതാണ്. ഹല്ലേലൂയ. നമ്മളൊരു ഡ്രസ്സ് മാറി മറ്റൊരു ഡ്രസ്സ് ഇടുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്ര, പരിശുദ്ധാത്മാവാകുന്ന മന്ദിരത്തില് ആമേ പഴയതായ പ്രവർത്തികളെ, മുഷിഞ്ഞ പ്രവർത്തികളെ അഴിച്ചു മാറ്റി കർത്താവിന്റെ രക്തത്താൽ നാം ശുദ്ധീകരണം പ്രാപിച്ച് വെടിപ്പുള്ളവരായി തീർന്നു. പാട്ടുകാരൻ പറയുന്നത് പോലെ, പാടുന്നത് പോലെ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ച് അങ്കികളെ ശുദ്ധമാക്കി. ഹല്ലേലൂയ. അങ്ങനെയുള്ള പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവര് ആമേ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ ധരിക്കേണ്ടതാകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ധ്യവേളയിൽ നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള ദൈവമക്കളെ, ആമേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, നമ്മുടെ കണ്ണിനെ, മൂക്കിനെ, നമ്മുടെ നാവിനെ, നമ്മുടെ ത്വക്കിനെ, ഹല്ലേലൂയ, എല്ലാം ഹല്ലേലൂയ ക്രിസ്തുവിനെ കീഴ്പ്പെടുത്തി വെക്കേണ്ടതാണ്. യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ആമേ സ്തോത്ര 59 അധ്യായം 3 വാക്യം, നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ട്, നിങ്ങളുടെ കൈകൾ അകൃത്യം കൊണ്ട്, നിങ്ങളുടെ വിരലുകൾ രക്തപാതം കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിരലുകൾ കൊണ്ട് ചെയ്യുന്ന പാപം, നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യുന്ന പാപം എന്ന് പറയുമ്പോൾ കൂടുതലും ആമേ നമുക്കറിയാം മൊബൈലിന്റെ ഉപയോഗമാണല്ലോ പ്രിയമുള്ളവർ. നമ്മുടെ യൗവനക്കാരുടെ നമ്മുടെ ഇടയിൽ നമ്മിൽ തന്നെ ആമേ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന എത്രയോ പാപ പ്രവൃത്തികൾക്ക് അത് കാരണമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ വിരലുകളെ, നമ്മുടെ കൈകളെ അതിക്രമത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ആമേൻ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എന്റെ കൈകളെ ഹല്ലേലൂയ പോരിനായിട്ട്, എന്റെ വിരലുകളെ യുദ്ധത്തിനായിട്ട്, ആമേൻ ഹല്ലേലൂയ, എന്റെ കൈകളെ യുദ്ധത്തിനായിട്ട്, എന്റെ വിരലുകളെ പോരിനായി, പൈശാചികനോട് പോരാട്ടത്തിന്, ആത്മീയ പോരാട്ടത്തിന് വേണ്ടി എന്റെ കൈകളെ, എന്റെ വിരലുകളെ പ്രാപ്തമാക്കണമെന്ന് നാം പ്രാർത്ഥിക്കേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. പൗലോസ് പറയാണ്, അതുകൊണ്ട് എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ബലത്തോടെ പോരാടിക്കൊണ്ട് ഞാൻ അധ്വാനിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എഫെസ്യ ലേഖനം 6 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകളോട്, അധികാരങ്ങളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടാണ്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പൈശാചികനോട് പോരാടുക. നമ്മുടെ കൈകളെ അഭ്യസിപ്പിക്കണമേ, എന്റെ വിരലുകളെ പ്രാപ്തമാക്കണമേ, എന്റെ കണ്ണുകളെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാക്കണമേ, എന്റെ നാവുകളെ നിന്റെ വചനത്താലുള്ള ശുദ്ധീകരണം തരണമേ, എന്റെ രക്തത്താൽ മുദ്രയിടണമേ, എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അധരദ്വാരത്തെ കാക്കണമേ. ആകാത്തത് സംസാരിപ്പാതിരിപ്പാൻ, പരിശുദ്ധാത്മാവിന് അനുചിതമായത് സംസാരിക്കാതിരിക്കേണ്ടതിന്, ദൈവഹിത പ്രകാരമുള്ളത് സംസാരിക്കേണ്ടതിന്, മറ്റുള്ളവർക്ക് കൃപയോടുകൂടിയത് ഉപ്പിനാൽ രുചി വരുത്തുന്നത്, കേൾവിക്കാർക്ക് അനുയോജ്യമായി, കേൾവിക്കാർക്ക് സന്തോഷം വരുത്തുന്ന വാക്കുകളെ പരിശുദ്ധാത്മാവിൽ പറയുവാൻ എന്നെ പ്രാപ്തിയാക്കണമെന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആമേൻ പറയുവാൻ ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 3 അധ്യായം 20 വാക്യം വായിക്കുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ആമേൻ പൗലോസ് പറയാണ്, ഇപ്രകാരമുള്ള കാര്യങ്ങൾ നാം ചെയ്താൽ, നാം ദൈവത്തോട് ചേർന്ന് നടന്നാൽ, നമ്മുടെ ശരീരത്തെ മരിപ്പിച്ചാൽ, ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ധരിക്കേണ്ടതിനെ ധരിച്ചാൽ, അല്ലെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് നടന്നാൽ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ക്രിസ്തുവിന് അടിമകളാക്കി നാം ഏൽപ്പിച്ചു കൊടുത്താൽ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ആമേ നമുക്ക് ചെയ്തു തരുമെന്നല്ല പറയുന്നത്, നമ്മിൽ വ്യാപരിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മിൽ എത്ര അളവ് പരിശുദ്ധാത്മാവുണ്ടോ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം എത്രത്തോളം നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, പരിശുദ്ധാത്മാവിന് എത്രത്തോളം എന്നിലും നിങ്ങളിലും ക്രിയ ചെയ്യുവാനുള്ള അവസരങ്ങളെ നാം ഒരുക്കി കൊടുക്കുന്നുകൊണ്ടോ, എത്രത്തോളം പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലുമുണ്ടോ, അതിന്റെ അളവിനൊത്തവണ്ണം എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് ഒത്തവണ്ണം ഹല്ലേലൂയ ഹല്ലേലൂയ അത്യന്തപരമായി നമ്മെ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് ചെയ്തു തരുവാൻ കഴിയും. ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് നാം പറഞ്ഞ് തളർന്നിരിക്കുകയാണെങ്കിൽ എന്നിൽ എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിക്കുന്നുവെന്ന് ഇന്ന് രാത്രി വേളയിൽ ഒന്ന് സ്വയം ശോധന ചെയ്യണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയാണ്, ഇപ്രകാരമുള്ള കാര്യങ്ങൾ നീ ചെയ്താൽ, ആമേൻ, വചനം നീ അനുസരിച്ച് നടന്നാൽ, നീ ചോദിക്കുന്നതിലധികമായി, നീ നനയ്ക്കുന്നതിലധികം, എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്നതിലപ്പുറമായി നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും. എങ്ങനെയാണോ നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി, ആമേൻ കടഭാരത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി,
ഭവനത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ഭാരങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചോട്. കർത്താവ്, നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നിലേക്കൊന്ന് വ്യാപരിച്ചത് ഒഴുകട്ടെ. ഹല്ലേലൂയ. എന്റെ സന്ധി മജ്ജകളിലേക്ക്, എന്റെ നാഡീകരമ്പുകളിലേക്ക്, എന്റെ അവയവങ്ങളിലേക്ക്, എന്റെ കണ്ണിലേക്ക്, കാതിലേക്ക്, വായിലേക്ക്, എന്റെ ഹൃദയഭിത്തികളിലേക്ക് ഉടമനഹതര അത് തുളച്ചു ചെല്ലട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമാ ചെയ്തു തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നമ്മൾ വ്യാപരിക്കുന്ന തന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി കൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിലും നിങ്ങളിലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതിനനുസരിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ആമേൻ, സ്തോത്രം, നമ്മിൽ ആമേൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ശക്തിയോടെ ബലപ്പെടണമെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-16 വാക്യത്തിലാണ് തന്റെ മഹത്വത്തിന്റെ അളവിനൊത്തവണ്ണം. പക്ഷെ അവിടെ ഒരു ക്ലോസ് ഉണ്ട്, അവന്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. ദൈവമക്കളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. നമ്മൾ ചോദിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയാണ് തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം എന്റെ കർത്താവ് അത് പൂർണ്ണമായും ചെയ്തു തരുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ആത്മാവിനാൽ, ഹല്ലേലൂയ, ഞാൻ ശക്തിയോടെ എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ അവന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നിൽ വേണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആമേൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 3-16 വാക്യമാണ്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ആമേൻ, ഹല്ലേലൂയ. താഴോട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ധനത്തിന്റെ കുറവുകളെ പരിഹരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിക്കണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആ ശക്തി എന്നിലും നിങ്ങളിലും വാഴുന്നു എങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ അകത്ത മനുഷ്യൻ, ഹല്ലേലൂയ, അകത്തൊരു ആത്മാവുണ്ടല്ലോ, അകത്തൊരു മനുഷ്യനുണ്ടല്ലോ. അതല്ലേ പൗലോസ് പറയുന്നത്, എന്റെ പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ നാൾക്ക് നാൾ ക്ഷയിച്ചു പോയാലും എന്റെ അകത്തെ മനുഷ്യൻ, അതായത് എന്റെ ആത്മീക മനുഷ്യൻ, എന്റെ ജഡിക മനുഷ്യൻ ശാരീരികമായിട്ട് ക്ഷയിച്ചു പോയാലും എന്റെ ആത്മീക മനുഷ്യൻ, എന്റെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്നിൽ വ്യാപരിക്കുന്ന തന്റെ ആത്മാവിനാൽ, അതായത് പരിശുദ്ധാത്മാവിന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ, ആമേൻ, നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ കടന്നു വരുന്ന പോരാട്ടങ്ങളെ ഈ ആത്മാവിനാൽ ജയിപ്പാൻ നമുക്ക് കഴിയും. നമ്മുടെ ജഡത്തെ വെല്ലുവിളിക്കുന്ന പൈശാചിക പോരുകളെ ഈ ആത്മാവിനാൽ നമുക്ക് ജയിപ്പാൻ കഴിയും. നമ്മുടെ ദേഹത്തോട് പോരാടുന്ന, നമ്മുടെ പ്രാണനോട് പോരാടുന്ന, നമ്മുടെ ദേഹിയോട് പോരാടുന്ന അന്ധകാരത്തിന്റെ സകല മണ്ഡലങ്ങളെ ഈ ആത്മാവിനാൽ ജയിച്ചടക്കുവാൻ നമുക്ക് കഴിയും. അതിനാൽ ഇന്ന് രാത്രിയിൽ ആമേ പൗലോസ് പറയുന്നത് പോലെ ബലത്തോടെ വ്യാപരിക്കുന്ന ആത്മാവ് ബലഹീനനായ ആത്മാവല്ല, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുകയാണ്. അതുകൊണ്ടാണ് ആമേൻ അവർ പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്ര, ഈ ശക്തി ഞങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വീണ് കിടക്കുന്നവരാണെങ്കിലും എങ്കിലും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഒരു വാക്യം അപ്രകാരമുണ്ട്, ഞങ്ങൾ ഹല്ലേലൂയ, സ്തോത്ര, സകലത്തിലും അപമാനിതരാണെങ്കിലും ഞങ്ങൾ ഹല്ലേലൂയ തകർന്നു പോകുന്നില്ല. കാരണമെന്ന് പറയുന്നത് ഞങ്ങള് ഹല്ലേലൂയ ഞങ്ങളുടെ ശരീരത്തിൽ ഈ ആത്മാവ് ബലത്തോടെ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, പൗലോസ് പറയാണ്, ഞങ്ങൾ കഷ്ടം സഹിക്കുന്നവരാണ് എങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾക്ക് ഉപദ്രവമുണ്ട് എങ്കിലും ഞങ്ങൾ കർത്താവിനാൽ, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്നവരല്ല. മനുഷ്യരാൽ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണല്ലോ മനുഷ്യൻ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. എന്നാൽ ഞങ്ങൾ പിതാവിനാൽ ഉപേക്ഷിക്കപ്പെടുന്നവരല്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് ഭാരമുണ്ട്, ഞങ്ങൾക്ക് ഞെരുക്കമുണ്ട്, ഞങ്ങൾക്ക് കടമുണ്ട്.
പക്ഷേ ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഈ ലോകക്കാരെ പോലെ അല്പം ബുദ്ധിമുട്ടുകളോ ഭാരമോ കടഭാരമോ ഒക്കെ വരുമ്പോൾ ഹല്ലേലൂയ വിഷക്കുപ്പി എടുക്കാത്തത്, ഒരു തുണ്ടം കയറെടുക്കാത്തത് എന്താണെന്നറിയാമോ? ഈ ആത്മാവിന്റെ ശക്തി എന്നിലും നിങ്ങളിലും ഉള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, പൈശാചികനെ ജയിക്കണമെങ്കിൽ, പോരുകളെ ജയിക്കണമെങ്കിൽ, പോരാട്ടങ്ങളെ ജയിക്കണമെങ്കിൽ ഹല്ലേലൂയ ഈ ശക്തി നമുക്ക് വേണം. പൗലോസ് പറയാണ്, ഞങ്ങൾ വീണ് കിടക്കുന്നവരാണ്. പലപ്പോഴും ഹല്ലേലൂയ ലോകം നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഉയർച്ചയില്ലാത്തവരാണ്, ഞങ്ങൾക്ക് താഴ്ച മാത്രമുള്ളവരാണെന്ന് ലോകം കൂടെ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എന്നാൽ നശിച്ചു പോകുന്നില്ല. ഈ ലോകക്കാര് വീണുപോയവര് നശിച്ചു പോയപ്പോ ആമേൻ അവര് വീണ് കിടക്കുന്നവരാണെന്ന് ലോകം പറഞ്ഞപ്പോൾ അവരെഴുന്നേൽക്കാതിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ വീണ് കിടക്കുന്നവരാണെന്ന്, എന്നാൽ ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. കാരണം എന്താ? ഞങ്ങളിലൊരു ആത്മാവുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് സധൈര്യം പറയാൻ കഴിയും? ഞങ്ങൾക്ക് ഉപദ്രവമുണ്ട്, ഞങ്ങൾക്ക് ഭാരമുണ്ട്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് കടബാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല, ഞങ്ങൾ നശിച്ചു പോകുന്നില്ല, ഞങ്ങളുടെ പ്രാണനെ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല. പിന്നെയോ ഞങ്ങളുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് ഓർത്ത് ഈ ആത്മബലത്തോടെ ഞങ്ങൾ മുന്നേറുന്നുവെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. പത്രോസ് പറയുന്നു, ഇത് മഹത്വത്തിന്റെ ആത്മാവാണ്, ഇത് ദൈവാത്മാവാണ്. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ആത്മാവ് എന്നെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ആ മഹത്വനായ ദൈവത്തിന്റെ ആത്മാവ് എന്നിലുണ്ട്, എന്നിലത് ആവസിക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് ആവസിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. ഈ ആത്മാവ് മഹത്വത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. സ്തോത്ര സ്തോത്ര. പൗലോസ് പറയുന്നു, ഈ ശക്തിയുടെ ആമേൻ ഹല്ലേലൂയ പേരാണ് അത്യന്ത ശക്തി. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കർത്താവേ, ഞങ്ങളുടെ സ്വന്തമല്ലാത്ത നിന്റെ ദാനമായ ഈ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നതിനാൽ സ്തോത്രം. അതിനെ ഒരു അത്യന്തമായി ഹല്ലേലൂയ ഹല്ലേലൂയ അധികമായി ഞങ്ങളിലേക്ക് പകരണമേ. ഈ പോരാട്ടത്തിൽ നിൽക്കുവാൻ, ഈ പോർക്കളമേട്ടത്തിൽ ഓടുവാൻ, അധ്വാനിപ്പാൻ, ഹല്ലേലൂയ പ്രയത്നിക്കുവാൻ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം. പൂർവ്വപിതാക്കന്മാരെ എത്തിപ്പിടിക്കാമോ എന്ന് വിചാരിച്ച് അവർ കാംക്ഷയോടെ കാത്തിരുന്ന, അവര് പോരാട്ടം കഴിഞ്ഞ, ആമേൻ അവര് ദർശനം കണ്ട ആ നിത്യരാജ്യത്തിലേക്ക് എത്തപ്പെടുവാൻ, ഹല്ലേലൂയ സ്വർഗമഹിമകളെ ആമേൻ 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 ഹല്ലേലൂയ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിലായിട്ട് അവർ കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഓടിയതായ ആ വിശ്വാസത്തെ പിൻപറ്റുന്ന ഞങ്ങൾക്ക് ആമേൻ ഈ പൊർക്കളമേറ്റിൽ നിലനിൽക്കുവാനുള്ള ദൈവകൃപ തരണമേ, ആ ആത്മശക്തി വരണമേ, ആ ബലം പകരണമേ. എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? ഹല്ലേലൂയ ആമേൻ സ്തോത്ര സ്തോത്ര. ഈ ആത്മശക്തി എന്ന് പറയുന്നത് ഇത് അത്യന്ത ശക്തിയാണ്. അത് പകർന്നിരിക്കുന്നത് ഈ മൺകൂടാരത്തിലാണ്, ആമേൻ ഈ ജഡത്തിലാണ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയാൻ കാരണമെന്ത്? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് പറയുവാൻ കാരണം എന്താണ്? ആമേൻ 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 ആമേൻ. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. ഈ മന്ദിരത്തിലാണ് ദൈവാത്മാവ് വസിക്കേണ്ടത്. അതിനെ നശിപ്പിച്ച ദൈവം നിങ്ങളെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളയും. ആ ഒരു ബോധമുള്ളത് കൊണ്ടാണ് ദൈവമക്കള് എത്രയെല്ലാം ശോധനകളുടെ നടുവിലൂടെ കടന്നുപോയാലും സ്വയത്യാഗം അല്ലെങ്കിൽ ഹല്ലേലൂയ ആത്മഹത്യ ഒന്നും ചെയ്യാത്തത്. ഒരു കുടുംബങ്ങളിലും അപ്രകാരമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പൗലോസ് പറയാണ് 10-ാം അധ്യായം 5-ാം വാക്യം കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, അതുകൊണ്ട് ഞങ്ങള് ആമേൻ ഹല്ലേലൂയ സങ്കല്പങ്ങളെ, ക്രിസ്തുവിന്റെ വിചാരത്തിന് പരിജ്ഞാനത്തിന് വിരോധമാകുന്ന പൊങ്ങുന്ന സകല സങ്കല്പങ്ങളെ ആമേൻ ആമേൻ ഇടിച്ചു കളയണം. ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട്. എന്റെ മുമ്പിൽ സമയം പോയല്ലോ പ്രിയമുള്ളവരെ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഇടർച്ചകളെയും സകല സങ്കല്പങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ സങ്കല്പങ്ങളുണ്ടല്ലോ, ചിന്തകളുണ്ടല്ലോ, വിചാരങ്ങളുണ്ടല്ലോ. ആമേ നല്ല വിചാരങ്ങളുമുണ്ട്, ആകാത്ത വിചാരങ്ങളുമുണ്ട്. നമ്മുടെ സങ്കല്പങ്ങൾ, കോട്ടകളൊക്കെ, മനക്കോട്ടകളൊക്കെ കെട്ടുമല്ലോ. കർത്താവ് പറയാണ്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുവാൻ
പര്യാപ്തമായതാണ് ഈ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ അമിതബലം എന്നിലൊന്ന് പകരണമേ. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നിലേക്ക് ഈ ആത്മാവിനെ ബലത്തോടൊന്ന് പകരണമേ. നിന്റെ ആത്മാവ് ബലത്തോട് എന്നിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾ ശക്തി ലഭിക്കും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലെ യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അങ്ങനെയെങ്കിൽ കർത്താവ് ഈ അന്ത്യകാലത്ത് അങ്ങയുടെ സാക്ഷ്യം വഹിക്കേണ്ടതിന്, നിന്റെ സാക്ഷികളായി തീരേണ്ടതിന് ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നിലേക്കൊന്ന് പകരണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ അളവറ്റ വലിപ്പം എന്ന് പറയുന്നത് എഫെസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലേക്ക് നാം ഇപ്രകാരം വായിക്കുന്നു, അത് ക്രിസ്തുവിലും വ്യാപരിച്ചു. ആ ആത്മാവ്, ആ അളവറ്റ ആത്മാവ്, നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വ്യാപാര ശക്തി. ഹല്ലേലൂയ. അത് അളക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആ അളവ് കൂടാത്ത, ആ അളവില്ലാത്ത, അളവ് കൂടാതെ എന്നിലും നിങ്ങളിലും ആഗ്രഹിക്കുന്നവര് പകരുന്ന ആ ശക്തി യേശുവിന്റെ കല്ലറയിലേക്ക് വ്യാപരിച്ചു. അത് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, എഫെസ്യ ലേഖനം 1-ാം അധ്യായം വായിക്കുന്നത് ഇപ്രകാരമാണ്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെ യേശു ആരാണ്? എല്ലാ കർത്തൃത്വങ്ങൾക്കും മീതെ ഉള്ളവനാണ്. അവന്റെ നാമം എല്ലാ നാമത്തിനും മീതെയാണ്. അവന്റെ കീഴേ, ഹല്ലേലൂയ, ആണ് സകല അധികാരങ്ങളും. അല്ലെങ്കിൽ യേശുവിന് മുകളിലായിട്ട് ഒരു അധികാരവുമില്ല. യേശുവിന് മുകളിലായിട്ട് ഒരു കർത്തൃത്വങ്ങളുമില്ല. യേശുവിന് മുകളിലായിട്ട് ഒരു വാഴ്ചകളുമില്ല, ഒരധികാരങ്ങളുമില്ല. ഹല്ലേലൂയ. സകലത്തെയും അവന്റെ കാൽ കീഴാക്കി വെച്ചു. ഇത്രത്തോളം അധികാരമുള്ളവൻ, ഇത്രത്തോളം പദവിയുള്ളവൻ, ഇത്രത്തോളം ഉയർന്നവൻ എന്റെ തലയാകിയാൽ, ഹല്ലേലൂയ, സഭയാകുന്ന, ആമേൻ, എന്റെ തലയാ, എന്റെ കർത്താവാകിയാൽ, ഹല്ലേലൂയ, അവനെ കർത്താവ് സഭയാകുന്ന നമുക്ക് തലയായിട്ട് തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പൗലോസ് പറയുന്നു, തലയിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ആമേനാമൻ ബന്ധിക്കപ്പെട്ട് ശരീരം ജീവനുള്ളതായി പ്രവർത്തന സജ്ജമായി തീരുന്നത് എങ്കിൽ, ഹല്ലേലൂയ, തലയായവനിൽ നിന്ന് സകലതും നൽകി തരുവാൻ ഈ ആത്മാവിനാൽ നമുക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് ഇന്ന് രാത്രിയില്ല, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. എന്റെ കർത്താവിന്റെ കാൽ കീഴാണ് സകലതും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തിനും മീതെയാണ് എന്റെ കർത്താവ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരോ ഒരാൾ കടഭാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ കടഭാരം എന്റെ യേശുവിന്റെ കാൽച്ചുവട്ടിൽ വെക്ക്. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അവൻ പുതുവഴി തുറന്നു തരിക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന തന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ആമേൻ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവർത്തിക്കുവാൻ വേണ്ടി നിങ്ങളുടെ, ഹല്ലേലൂയ, ഭവനത്തെ, നിങ്ങളുടെ വൻകൂടാരത്തെ, ശരീരത്തെ അവന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കുന്ന, സജ്ജമാക്കി കൊടുക്കുക. ഹല്ലേലൂയ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അതുകൊണ്ട് ഈ രാത്രിയില വചനം കേട്ട എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, എനിക്ക് പോരാട്ട ജീവിതത്തിന്, ആമേൻ, നിന്റെ അമിത ബലം വേണം. ഹല്ലേലൂയ. എനിക്ക് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന്, ആമേൻ, ശത്രുവിനോട് ജയിക്കേണ്ടതിന്, ആമേൻ, എനിക്ക് സുവിശേഷീകരണത്തിന്, ആമേൻ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം പറഞ്ഞതുപോലെ എന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ, ആമേൻ, ഹല്ലേലൂയ, എനിക്ക്, ഹല്ലേലൂയ, ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ തികഞ്ഞവരാക്കേണ്ടതിന് ഈ ബലം വേണം. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് കൊണ്ട്, ആമേൻ, നിങ്ങളിൽ വസിക്കുന്ന തന്റെ
ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് എന്നിലും നിങ്ങളിലും വാസം ചെയ്യുന്നത്. കർത്താവ് പറയുകയാണ്, ആ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കണമെങ്കിൽ നിങ്ങൾ മരിച്ച് മൺമറയുന്ന ആ സമയം വരെ, അല്ലെ നിങ്ങളെ അടക്കം ചെയ്യുന്ന ആ സമയം വരെ, അല്ലെ നിങ്ങളുടെ അന്ത്യശ്വാസം വരെ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആത്മാവിനെ ഹല്ലേലൂയ കൈവിടാതെ, ആത്മാവിനെ ഹല്ലേലൂയ ഉപേക്ഷിക്കപ്പെട്ടവരാ മാറ്റപ്പെടാതെ ആത്മാവിനെ ചേർത്ത് പിടിച്ച് ആത്മീയ ജീവിതം നയിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ മരിച്ചു മൺമറഞ്ഞു പോയ യേശുവിനെ ഉയർപ്പിച്ച് ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. അല്ല എങ്കിൽ ആ ആത്മാവിനെ കൊണ്ട് നമ്മുടെ ജീവനോടിരിക്കുന്നവർക്ക് ഒരു രൂപാന്തരം വരുവാനിടയായിത്തീരും. എന്നിട്ട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് നമുക്ക് പറന്നു വരുവാനുള്ള ദൈവശക്തി ലഭിക്കുന്നതായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാണിങ്ങുകൾ നമ്മൾ ശ്രദ്ധയോടെ ഓർക്കണം. ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. ഹല്ലേലൂയ, സ്തോത്ര. ആരും നിങ്ങളെ ചതിക്കരുത്. ഹല്ലേലൂയ. ആരും ദുർമോഹികളായി പോകരുത്. ആരും വഷളായി പോകരുത്. ആരും പിശാചിന് ഇടം കൊടുക്കരുത്. ആരും കൺമോഹത്തിനിടയായി തീരരുത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുള്ള വചനം പോലെ ആരും പാപത്തിനടിമകളായി തീരരുത്. ഒരുപാട് ആമേൻ ആമേൻ ഹല്ലേലൂയ മുന്നറിയിപ്പുകളുണ്ട്. എന്നാൽ അതിൽ ചിലതാണ് ഞാൻ ഓർപ്പിച്ചത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനെ ജയിപ്പാൻ, പാപത്തെ ജയിപ്പാൻ, പാപത്തിന്റെ പോരാട്ടത്തിൽ നിന്ന് ആമേൻ ജയം നേടുവാനുള്ള ദൈവകൃപ ഏറ്റെടുത്ത് ചിലരെയെങ്കിലും ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ നേടുവാൻ കർത്താവ് നമ്മെ ഈ വചനങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ആമേൻ ഇപ്പോൾ ഈ മെസ്സേജ് നിർത്തുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളെ വ്യാപരിക്കുന്ന അങ്ങയുടെ ശക്തിയുടെ ആത്മാവി ദിവസങ്ങളിൽ ബലത്തോടെ ഞങ്ങളെ വ്യാപരിക്കട്ടെ കർത്താവ്. പോരാട്ടങ്ങളിൽ നിന്ന് വിടിപ്പിക്കപ്പെടുക, ഞങ്ങളുടെ വിരുദ്ധ തെറ്റിപ്പാൻ വരുന്ന ശത്രുവിന്റെ പോരുകളിൽ നിന്ന് ഞങ്ങൾ അകന്നിരിപ്പാൻ ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തപരമായി ഞങ്ങൾ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് ഞങ്ങൾ ചെയ്തു തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്, ഈ ശക്തി ഞങ്ങളുടെ വ്യാപരിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ ഹൃദയഭിത്തികളിലേക്ക്, ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക്, ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക്, മൺകൂടങ്ങളിലേക്ക് ആമേനത് ആഴ്ന്നിറങ്ങുവാൻ ഹല്ലേലൂയ ബലത്തോടെ അത് വ്യാപരിപ്പാൻ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ, മരിച്ചവരുടെ പുനരുദ്ധാരം പ്രാപിക്കുവാൻ, എന്റെ കർത്താവിനോട് ചേർന്നിരിപ്പാൻ, ആമേൻ അവനെ പോലെ ആയിത്തീരുവാൻ ഒക്കെയുള്ള നാളുകൾ അടുത്തു വരുന്നത് കൊണ്ട് ഈ ആത്മാവിന്റെ ശക്തി സംഭരിച്ച് ബലമേറ്റെടുത്ത് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. കേട്ട സകല പ്രിയപ്പെട്ടവരെ ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കുന്നു. കർത്താവ് സഹായിച്ചാട്ടെ. പ്രാർത്ഥന സ്വർഗം കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇത്രത്തോളം എന്നെ ശ്രവിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കൾക്കും ഇനി ഈ തിരുവചനം ഏതെല്ലാം ഭൂമിയുടെ ഭാഗങ്ങളിൽ ഏതെല്ലാം കുടുംബങ്ങളിൽ വ്യക്തികളിൽ ചെന്നെത്തുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ആമേൻ വെളിപ്പെടുവാനിടയായി തീരട്ടെ. ഇറോസ് ഫാമിലി കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ദാസ്യെ എല്ലാം ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. കർത്താവ് ഏവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ. സ്തോത്രം.